രാപ്പകലില്ലാതെ ചോര നീരാക്കി നാം പണിയെടുക്കുന്നത് ആർക്കുവേണ്ടിയാണ് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ: നമ്മുടെ മക്കൾക്കു വേണ്ടി. അവർ നാളെ ഈ സമൂഹത്തിൽ തലയുയർത്തി നിൽക്കണം, അവർക്കൊരു നല്ല ഭാവി ഉണ്ടാകണം. ഏതൊരു മാതാപിതാക്കളുടെയും നെഞ്ചിലെ ഏറ്റവും വലിയ ആഗ്രഹവും പ്രാർത്ഥനയും ഇതാണ്. എന്നാൽ ക്രൂരമായ ഒരു യാഥാർത്ഥ്യമെന്തെന്നാൽ, അവരെ സ്നേഹിക്കാൻ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചില വഴികൾ തന്നെയാണ് അറിയാതെയാണെങ്കിലും അവരുടെ ഭാവിയെ ഇരുട്ടിലേക്ക് തള്ളിയിടുന്നത്. അതൊരു വലിയ വൈരുദ്ധ്യമാണ്. കുശവൻ മൺകുടം പണിയുന്നത് ഒന്ന് ഓർത്തു നോക്കൂ. ഒരു കൈകൊണ്ട് അതിനെ ഉള്ളിൽ നിന്ന് താങ്ങിപ്പിടിക്കുകയും മറുകൈകൊണ്ട് പുറത്തുനിന്ന് പതുക്കെ തട്ടിക്കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ആ കുടത്തിന് ശരിയായ രൂപമുണ്ടാകുന്നത്. ആ താങ്ങും തട്ടലും തമ്മിലുള്ള സന്തുലിതാവസ്ഥ എപ്പോൾ നഷ്ടപ്പെടുന്നുവോ അപ്പോൾ ആ കുടത്തിന്റെ രൂപം വികൃതമായി പോകും. നമ്മുടെ മക്കളുടെ കാര്യത്തിലും സംഭവിക്കുന്നത് ഇതുതന്നെയാണ്. അവരെ സംരക്ഷിക്കാനും സുരക്ഷിതരാക്കാനും നമ്മളെടുക്കുന്ന പല തീരുമാനങ്ങളും യഥാർത്ഥത്തിൽ അവരുടെ ചിറകുകൾ അരിയുകയാണ് ചെയ്യുന്നത്. ആ അമിത സംരക്ഷണം ഒടുവിൽ ഈ വലിയ ലോകത്തെ അഭിമുഖീകരിക്കാൻ അവർക്ക് ഭയമുണ്ടാക്കും, അവരെ ഭീരുക്കളാക്കി മാറ്റും. ഇതൊരു തിരിച്ചറിവായി തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ആനന്ദ് എന്നൊരു മനുഷ്യന്റെ ജീവിതം കാണണം. നാട്ടുകാർക്കെല്ലാം വലിയ ബഹുമാനമുള്ള കഠിനാധ്വാനിയായ ഒരു ബിസിനസ്സുകാരനായിരുന്നു അദ്ദേഹം. തന്റെ കുട്ടിക്കാലത്ത് താൻ അനുഭവിച്ച ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും തന്റെ ഏകമകൻ സിദ്ധാർത്ഥ് ഒരിക്കലും അറിയരുത് എന്നൊരു കടുത്ത വാശി ആനന്ദിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ മകൻ നാവെടുത്തു ചോദിക്കുന്നതിനു മുൻപ് തന്നെ അവൻ ആഗ്രഹിച്ചതെന്തും ആ അച്ഛൻ അവന്റെ മുന്നിലെത്തിച്ചു. ജീവിതത്തിലെ ചെറിയൊരു പരാജയം പോലും അവൻ അറിയരുത്, അവന്റെ മനസ്സ് ഒന്നുപോലും വിഷമിക്കരുത് എന്ന് ആനന്ദ് നിർബന്ധം പിടിച്ചു. പക്ഷേ പ്രായം കൂടുന്തോറും സിദ്ധാർത്ഥ് ശാഠ്യക്കാരനായി മാറി. ജീവിതത്തിലെ വളരെ ചെറിയൊരു തടസ്സത്തിൽ പോലും അവൻ അസ്വസ്ഥനായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവരുടെ ബിസിനസ്സിൽ അപ്രതീക്ഷിതമായ ഒരു വലിയ തകർച്ചയുണ്ടായി. ഇതറിഞ്ഞ നിമിഷം സിദ്ധാർത്ഥ് മാനസികമായി പൂർണ്ണമായും തകർന്നുപോയി. ഒരു പ്രതിസന്ധിയെ എങ്ങനെ നേരിടണമെന്നോ അതിനെ എങ്ങനെ മറികടക്കണമെന്നോ അവൻ അറിയില്ലായിരുന്നു. കാരണം അവന്റെ ജീവിതത്തിലെ ഓരോ കല്ലും മുള്ളും അച്ഛൻ മുൻകൂട്ടി മാറ്റിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. താൻ നെഞ്ചോട് ചേർത്ത് വളർത്തിയ മകൻ ജീവിതത്തിലെ ആദ്യത്തെ ചെറിയൊരു കാറ്റിൽ തന്നെ ഇങ്ങനെ തകർന്നു വീഴുന്നത് കണ്ടപ്പോൾ ആനന്ദിന്റെ നെഞ്ച് പിളർന്നുപോയി. മനസ്സിന്റെ സമാധാനം പൂർണ്ണമായും നഷ്ടപ്പെട്ട അദ്ദേഹം ഒടുവിൽ ശാന്തത തേടി ഒരു മലമുകളിലെ ആശ്രമത്തിലെത്തി. അവിടുത്തെ പ്രായം ചെന്ന ജ്ഞാനിയായ ഒരു സന്യാസിയെ കണ്ട് തന്റെ മകന്റെ ദയനീയമായ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം സങ്കടത്തോടെ സംസാരിച്ചു. ആനന്ദിന്റെ ഹൃദയം പൊട്ടിയുള്ള വാക്കുകൾ ആ സന്യാസി തികച്ചും ശാന്തനായി കേട്ടിരുന്നു. ആ വലിയ സങ്കടത്തിന് ആശ്വാസമെന്നോണം അദ്ദേഹം ആശ്രമമുറ്റത്തു നിന്നിരുന്ന 2 ചെടികൾക്ക് നേരെ വിരൽ ചൂണ്ടി. അതിലൊന്ന് വലിയൊരു തണൽമരത്തിന്റെ സംരക്ഷണയിൽ വളരുന്ന വളരെ ചെറിയൊരു ചെടിയായിരുന്നു. എന്നാൽ രണ്ടാമത്തേത് കത്തുന്ന വെയിലും ആഞ്ഞടിക്കുന്ന കാറ്റും നേരിട്ടേറ്റ് തുറസായ സ്ഥലത്ത് ഒറ്റയ്ക്ക് നിന്നിരുന്ന ഒരു ചെറിയ മരമായിരുന്നു. ആ കാഴ്ചയിലേക്ക് നോക്കി സന്യാസി ആനന്ദിനോട് ചോദിച്ചു, ഈ 2 ചെടികളിൽ ഏതിനാണ് കൂടുതൽ കരുത്തുള്ളത് എന്ന്. ഒട്ടും ആലോചിക്കാതെ തന്നെ ആനന്ദ് മറുപടി നൽകി, തീർച്ചയായും ആ വലിയ മരത്തിന്റെ തണലിൽ നിൽക്കുന്ന ചെടിക്കായിരിക്കും കൂടുതൽ കരുത്ത്. കാരണം അതിന് കഠിനമായ വെയിലും മഴയും ഒന്നും ഏൽക്കേണ്ടി വരുന്നില്ലല്ലോ. അതിന് അത്രമേൽ സുരക്ഷിതമായ ഒരു തണൽ ലഭിക്കുന്നുണ്ട്. ആ മറുപടി കേട്ട് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സന്യാസി പറഞ്ഞു, നമുക്കത് കണ്ടുതന്നെ അറിയാം. തുടർന്ന് ആ സന്യാസി വലിയൊരു പാത്രം നിറയെ വെള്ളമെടുത്ത് ആ തണലിൽ നിന്നിരുന്ന ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴുക്കിവിട്ടു. ശക്തമായ ആ വെള്ളപ്പാച്ചിലിന്റെ ഒരൊറ്റ അടികൊണ്ടുതന്നെ ആ ചെടി വേരോടെ പിഴുതെറിയപ്പെട്ടു. എന്നാൽ കനത്ത കാറ്റും വെളിച്ചവുമേറ്റ് തുറസായ സ്ഥലത്ത് നിന്നിരുന്ന ആ ചെറിയ മരത്തിന് ആ വെള്ളപ്പാച്ചിൽ വെറുമൊരു കുളിർമ മാത്രമാണ് സമ്മാനിച്ചത്. ആനന്ദിന്റെ മുഖത്തേക്ക് നോക്കി സന്യാസി ആ സത്യം തുറന്നു പറഞ്ഞു. തണലിൽ നിന്ന ചെടിക്ക് വലിയ സുരക്ഷിതത്വം ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. പക്ഷേ അതിന്റെ വേരുകൾ മണ്ണിലേക്ക് ഒട്ടും ആഴ്ന്നിറങ്ങിയിരുന്നില്ല. കാരണം അതിന് വെള്ളം തേടി അലയേണ്ടി വന്നിട്ടില്ല, ആഞ്ഞടിക്കുന്ന കാറ്റിനെ പ്രതിരോധിക്കേണ്ടി വന്നിട്ടില്ല. എന്നാൽ ആ തുറസായ സ്ഥലത്ത് നിന്ന മരം ഓരോ കാറ്റിലും വീണുപോകാതിരിക്കാൻ വേണ്ടി സ്വന്തം വേരുകളെ ഭൂമിയുടെ ഏറ്റവും ആഴങ്ങളിലേക്ക് ഇറക്കിയിരുന്നു. നമ്മൾ മക്കൾക്ക് നൽകുന്ന ഈ അമിതമായ സംരക്ഷണം യഥാർത്ഥത്തിൽ അവരെ മാനസികമായി ദുർബലരാക്കുകയാണ് ചെയ്യുന്നത്. മാതാപിതാക്കൾ വരുത്തുന്ന ഒന്നാമത്തെ വലിയ തെറ്റ് ഇതാണ്: മക്കൾക്ക് പ്രതിസന്ധികളെ സ്വന്തമായി നേരിടാനുള്ള ഒരവസരവും നൽകാതിരിക്കുക എന്നത്. നമ്മൾ പലപ്പോഴും കുട്ടികൾക്ക് പരാജയപ്പെടാനുള്ള സ്വാതന്ത്ര്യം നൽകാറില്ല. അവർ എപ്പോഴും ജയിക്കണം, എപ്പോഴും എല്ലാവരേക്കാളും മുന്നിലെത്തണം എന്ന് നമ്മൾ കടുത്ത നിർബന്ധം പിടിക്കുന്നു. തോൽവി എന്നത് ജീവിതത്തിന്റെ അവസാനമല്ലെന്നും മറിച്ച് അത് അടുത്ത വിജയത്തിലേക്കുള്ള വലിയൊരു ചവിട്ടുപടിയാണെന്നും അവരെ പഠിപ്പിക്കാൻ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. ഒരു കുട്ടി താഴെ വീഴുമ്പോൾ ഓടിച്ചെന്ന് അവനെ എടുക്കുന്നതിനേക്കാൾ പ്രധാനം
അവന് സ്വന്തമായി എഴുന്നേറ്റ് നിൽക്കാനുള്ള ആത്മവിശ്വാസവും ധൈര്യവും പകർന്നു നൽകലാണെന്ന് ബുദ്ധന്റെ ദർശനങ്ങൾ നമ്മെ ഗൗരവമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കാത്ത ഒരു കുട്ടിക്ക് നാളെ നമ്മളില്ലാത്ത ഒരു ക്രൂരമായ ലോകത്ത് എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുക? നമ്മുടെ ഉള്ളിലെ ഭയമാണ് പലപ്പോഴും സ്നേഹമെന്ന പേരിൽ കുട്ടികളുടെ മേൽ നമ്മൾ അടിച്ചേൽപ്പിക്കുന്നത്. അവിടെ പോകരുത്, അത് ചെയ്യരുത്, നിനക്കതിന് കഴിയില്ല എന്നിങ്ങനെ നിരന്തരം അവരെ വിലക്കുമ്പോൾ നമ്മൾ കൊന്നുകളയുന്നത് അവരുടെ ആത്മവിശ്വാസത്തെയാണ്. തെറ്റുകൾ വരുത്താനുള്ള അവകാശം എല്ലാ കുട്ടികൾക്കുമുണ്ട്. കാരണം ആ തെറ്റുകളിൽ നിന്നാണ് മനുഷ്യൻ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠങ്ങൾ പഠിച്ചെടുക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടത് അവരെ തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായി തടയുകയല്ല, മറിച്ച് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ അതിനെ സ്വയം തിരുത്തി ശക്തമായി മുന്നോട്ടു പോകാൻ അവരെ പ്രാപ്തരാക്കുകയാണ്. സന്യാസിയുടെ ആഴമേറിയ വാക്കുകൾ കേട്ട് ആനന്ദ് തികച്ചും നിശബ്ദനായിപ്പോയി. ഉള്ളിൽ ചിന്തകളുടെ ഒരു വലിയ കടലിരമ്പുകയായിരുന്നു. ആ നിശബ്ദതയിലാണ് മാതാപിതാക്കൾ വരുത്തിവെക്കുന്ന രണ്ടാമത്തെ വലിയ തെറ്റിനെക്കുറിച്ച് സന്യാസി പറയാൻ തുടങ്ങിയത്. നമ്മൾ മക്കളെ ജീവന് തുല്യം സ്നേഹിക്കുന്നു എന്ന് സ്വയം വിശ്വസിച്ച് അവർ ചോദിക്കുന്നതെന്തും ഒരൊറ്റ നിമിഷം കൊണ്ട് അവരുടെ കൈകളിൽ എത്തിച്ചു കൊടുക്കാറുണ്ട്. ആഗ്രഹിക്കുന്ന വസ്ത്രങ്ങൾ, കളിക്കോപ്പുകൾ, എന്തിനേറെ പണം വരെ അവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നു. എന്നാൽ ഇങ്ങനെയൊരു പ്രവൃത്തിയിലൂടെ നമ്മൾ അവരിലേക്ക് പകരുന്നത് ക്ഷമയില്ലായ്മ എന്ന മാരകമായ രോഗമാണ്. ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെന്തും ചോദിക്കുന്ന നിമിഷം തന്നെ മുന്നിലെത്തണം എന്ന കടുത്ത വാശി അവരിൽ വളരുന്നു. എന്നാൽ പുറംലോകത്തെ കഠിനമായ യാഥാർത്ഥ്യം ഇതല്ല. അവിടെ പല കാര്യങ്ങൾക്കും നമുക്ക് കാത്തിരിക്കേണ്ടി വരും. പലയിടങ്ങളിൽ നിന്നും നമുക്ക് നിരസിക്കപ്പെടേണ്ടി വരും. താൻ ആഗ്രഹിക്കുന്നതെന്തും ഉടനടി കൈകളിൽ വന്നുചേരുന്ന ഒരു കുട്ടിക്ക് ഒടുവിലില്ല അല്ലെങ്കിൽ പറ്റില്ല എന്നൊരു വാക്ക് ഒരിടത്തുനിന്നെങ്കിലും കേൾക്കേണ്ടി വന്നാൽ അത് താങ്ങാനുള്ള മാനസികമായ കരുത്ത് ഉണ്ടാകില്ല. ആഗ്രഹങ്ങളുടെ അമിതമായ ആസക്തിയാണ് ഈ ലോകത്തെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണമെന്ന ബുദ്ധന്റെ വലിയൊരു ദർശനമുണ്ട്. നമ്മൾ കുട്ടികളെ ആഗ്രഹിക്കാൻ മാത്രമല്ല പഠിപ്പിക്കേണ്ടത്, അതിലുപരി തനിക്കുള്ളതിൽ തൃപ്തിപ്പെടാനും കൂടിയാണ്. കാത്തിരിപ്പിന്റെ വിലയും അതിന്റെ മനോഹരമായ സുഖവും തിരിച്ചറിയാത്തൊരു തലമുറയ്ക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയൊരു കാത്തിരിപ്പ് പോലും വലിയ നിരാശയായി മാറി അവരെ തകർത്തുകളയും. ഭൗതികമായ സുഖസൗകര്യങ്ങൾ സമ്പാദിക്കാൻ മാത്രമല്ല നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടത്, അതിനേക്കാൾ ഉപരിയായി മാനസികമായ കരുത്ത് നേടാനാണ്. ഒരു വസ്തു വേണമെന്ന് പറഞ്ഞ് കുട്ടി കടുത്ത ശാഠ്യം പിടിക്കുമ്പോൾ അത് വാങ്ങി നൽകാൻ നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ പോലും ചിലപ്പോഴൊക്കെ നമ്മൾ അതിന് വിസമ്മതിക്കണം. അത് അവരെ വേദനിപ്പിക്കാനോ ദണ്ഡിപ്പിക്കാനോ വേണ്ടിയല്ല, മറിച്ച് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നത് പോലെ മാത്രം നടക്കില്ല എന്ന കഠിനമായ സത്യം അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. വിട്ടുകൊടുക്കാനും ക്ഷമിക്കാനും ചെറുപ്പത്തിലെ ശീലിക്കുന്ന ഒരു കുട്ടിക്ക് മാത്രമേ നാളെ വലിയൊരു സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ സമാധാനത്തോടെയും അന്തസ്സോടെയും ജീവിക്കാൻ കഴിയുകയുള്ളൂ. പലപ്പോഴും നമ്മൾ കുട്ടികളുടെ ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ അവരുടെ വൈകാരികമായ ആവശ്യങ്ങളെ പൂർണ്ണമായി മറന്നുപോകുന്നു. വില കൂടിയ സമ്മാനങ്ങളോ സുഖസൗകര്യങ്ങളോ അല്ല അവർക്കാവശ്യം, മറിച്ച് നമ്മളോടൊപ്പം ചിലവഴിക്കുന്ന വിലയേറിയ സമയമാണ്. നമ്മുടെ സാന്നിധ്യമാണ് അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം. ആ സ്നേഹവും സാന്നിധ്യവും ഇല്ലാതെ വരുമ്പോൾ അവർ ആ സ്നേഹക്കുറവ് നികത്താൻ വേണ്ടി ഒടുവിൽ പല തെറ്റായ വഴികളിലേക്കും തിരിഞ്ഞുപോകുന്നു. സന്യാസി ആനന്ദിന്റെ മുഖത്തേക്ക് നോക്കി അടുത്ത പ്രധാനപ്പെട്ട വിഷയം അവതരിപ്പിച്ചു. മറ്റുള്ളവരുമായി കുട്ടികളെ താരതമ്യം ചെയ്യുക എന്നതാണ് മാതാപിതാക്കൾ ചെയ്യുന്ന മൂന്നാമത്തെ വലിയ തെറ്റ്. നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കളെ മറ്റൊരു കുട്ടിയുമായി നിരന്തരം താരതമ്യം ചെയ്യാറുണ്ട്. അവനെ കണ്ടു പഠിക്ക്, അവന് എത്ര നല്ല മാർക്കുണ്ട്, നീ എന്താണ് ഇങ്ങനെ ഒന്നിനും കൊള്ളാത്തവനായിപ്പോയത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ വളരെ ലളിതമായി ചോദിച്ചു കളയും. പക്ഷേ ഈ മൂർച്ചയേറിയ വാക്കുകൾ ആ കുട്ടിയുടെ കുരുന്നുമനസ്സിലുണ്ടാക്കുന്ന മുറിവ് എത്രമാത്രം ആഴമുള്ളതാണെന്ന് നമ്മൾ ചിന്തിക്കാറേയില്ല. ഓരോ കുട്ടിയും അവരുടേതായ പ്രത്യേക കഴിവുകളോടെയാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത്. ഒരു താമരപ്പൂവിന് ഒരിക്കലും മുല്ലപ്പൂവിന്റെ സുഗന്ധമുണ്ടാകില്ല, മുല്ലപ്പൂവിന് താമരയുടെ വലിപ്പവും ഉണ്ടാകില്ല. എന്നാൽ അവ രണ്ടും അതിൻ്റെതായ രീതിയിൽ ഏറെ മനോഹരമാണ്. ബുദ്ധന്റെ ദർശനങ്ങൾ പ്രകാരം അസൂയയും അപകർഷതാബോധവും മനുഷ്യനെ ഉള്ളിൽ നിന്ന് സ്വയം നശിപ്പിക്കുന്ന വലിയ വിഷങ്ങളാണ്. നമ്മൾ കുട്ടികളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ഈ മാരകവിഷം നമ്മൾ തന്നെ കുത്തിവെക്കുകയാണ് ചെയ്യുന്നത്. താൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന ചിന്ത ആ കുട്ടിയുടെ ഉള്ളിൽ ആഴത്തിൽ വളരും. ഒടുവിൽ അവൻ സ്വന്തം കഴിവുകളെ തിരിച്ചറിയാൻ ശ്രമിക്കാതെ എപ്പോഴും മറ്റുള്ളവരെ പോലെയാകാൻ ശ്രമിച്ച് ജീവിതത്തിലുടനീളം പരാജയപ്പെട്ടുകൊണ്ടിരിക്കും. മത്സരബുദ്ധിയല്ല നമ്മൾ അവരിൽ വളർത്തേണ്ടത്, മറിച്ച് സ്വയം മെച്ചപ്പെടാനുള്ള ആത്മാർത്ഥമായ ആഗ്രഹമാണ്.
ഇന്നലത്തെ തന്നേക്കാൾ മികച്ചൊരു മനുഷ്യനായി നാളെ മാറുക എന്നതായിരിക്കണം ഒരു കുട്ടിയുടെ ഒരേയൊരു ലക്ഷ്യം, അല്ലാതെ മറ്റൊരാളെ തോൽപ്പിച്ച് മുന്നിലെത്തുക എന്നതാകരുത്. ഈ വലിയ ലോകത്ത് എല്ലാവർക്കും അവരുടേതായ ഒരിടമുണ്ട്. അത് മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് ഒരു മനുഷ്യന് മാനസികമായ യഥാർത്ഥ സമാധാനം ലഭിക്കുന്നത്. കുട്ടികളുടെ ചെറിയ വിജയങ്ങളെപ്പോലും ഹൃദയപൂർവ്വം അഭിനന്ദിക്കാൻ നമ്മൾ പഠിക്കണം. അവർ പരാജയപ്പെടുമ്പോൾ അവരെ കുറ്റപ്പെടുത്തി അകറ്റുന്നതിനു പകരം സാരമില്ല, നിനക്ക് ഇതിലും നന്നായി ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞ് നെഞ്ചോട് ചേർത്തുപിടിക്കാൻ ഒരു അച്ഛനും അമ്മയ്ക്കും സാധിക്കണം. ആ ഒരു വാക്ക് നൽകുന്ന ആത്മവിശ്വാസം അവരെ ജീവിതത്തിൽ ഏതൊരു കൊടുമുടിയും കീഴടക്കാൻ പ്രാപ്തരാക്കും. സന്യാസിയുടെ ആഴമേറിയ വാക്കുകൾ കേട്ട് തന്റെ മുൻകാല തെറ്റുകളെക്കുറിച്ചോർത്ത് ആനന്ദ് കടുത്ത വിഷാദത്തിലാണ്ടുപോയി. അവന്റെ ഉള്ളിലെ ആ വലിയ കുറ്റബോധം മനസ്സിലാക്കിയ സന്യാസി തികച്ചും ശാന്തനായി മാതാപിതാക്കൾ വരുത്തിവെക്കുന്ന നാലാമത്തെ വലിയ തെറ്റിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. സ്വന്തം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കുക എന്നതാണ് മാതാപിതാക്കൾ ചെയ്യുന്ന മറ്റൊരു ക്രൂരമായ തെറ്റ്. നമ്മൾ പലപ്പോഴും നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നേടാൻ കഴിയാതെ പോയ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ഈ സമൂഹം വലിയ പദവിയായി കാണുന്ന കാര്യങ്ങൾ നമ്മുടെ മക്കളിലൂടെ നിർബന്ധപൂർവം നേടിയെടുക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ അവർക്കായി ഒരു വഴി മുൻകൂട്ടി നിശ്ചയിക്കുകയും ആ കല്ലുപാകിയ വഴിയിലൂടെ മാത്രം അവർ നടക്കണമെന്ന് കടുത്ത നിർബന്ധം പിടിക്കുകയും ചെയ്യുന്നു. ഈ പ്രവണത യഥാർത്ഥത്തിൽ ആ കുട്ടിയുടെ സ്വന്തം സ്വത്വത്തെയും സ്വാതന്ത്ര്യത്തെയുമാണ് ഇല്ലാതാക്കുന്നത്. ബുദ്ധൻ എപ്പോഴും ഊന്നിപ്പറഞ്ഞിട്ടുള്ള വലിയൊരു സത്യമുണ്ട്: സ്വന്തം ഉള്ളിലെ വെളിച്ചത്തെ സ്വയം കണ്ടെത്തുക എന്നത്. ഓരോ മനുഷ്യനും ഈ ഭൂമിയിലേക്ക് വരുന്നത് അവരുടേതായൊരു പ്രത്യേക നിയോഗവുമായാണ്. എന്നാൽ നമ്മൾ നമ്മുടെ പരാജയങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും വലിയ ഭാരം അവരുടെ കുരുന്നു ചുമലിലേക്ക് വെച്ചുകൊടുക്കുമ്പോൾ ആ ഭാരത്തിനടിയിൽപ്പെട്ട് അവരുടെ യഥാർത്ഥ കഴിവുകൾ എന്നേക്കുമായി നശിച്ചുപോകുന്നു. മാതാപിതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ഒരു യന്ത്രത്തെപ്പോലെ ജീവിക്കുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും സ്വന്തം ജീവിതത്തോട് ഒരൊറ്റ ശതമാനം പോലും ആത്മബന്ധം തോന്നുകയില്ല. അവർ മറ്റാർക്കോ വേണ്ടി ജീവിച്ചു തീർക്കുന്ന വെറും ജീവനില്ലാത്ത രൂപങ്ങളായി മാറിപ്പോകും. നമ്മുടെ യഥാർത്ഥ കടമ കുട്ടികൾക്ക് മുന്നിലുള്ള വഴികൾ അടച്ചുപൂട്ടുകയല്ല, മറിച്ച് അവരുടെ മുന്നിൽ പലതരം വഴികൾ തുറന്നു കാണിച്ചു കൊടുക്കുക എന്നതാണ്. അതിൽ നിന്ന് അവർക്ക് ഏറ്റവും അനുയോജ്യമായ വഴി സ്വയം തിരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അവർക്ക് നൽകണം. അവർ ഒരുപക്ഷെ നമ്മൾ വിചാരിച്ചത്ര വലിയ പണക്കാരനോ വലിയ പദവിയുള്ളയാളോ ആയില്ലെങ്കിൽ പോലും അവർ ചെയ്യുന്ന ജോലിയിൽ വലിയ സന്തോഷവും സമാധാനവും കണ്ടെത്താൻ അവർക്ക് സാധിക്കും. ആ ആന്തരിക സംതൃപ്തി തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. ഒരു പക്ഷിയെ നമ്മൾ സ്നേഹിക്കേണ്ടത് അതിനെ ഒരു സ്വർണ്ണക്കൂട്ടിലിട്ട് പൂട്ടി വളർത്തിയല്ല, മറിച്ച് അതിന് അനന്തമായ ആകാശത്തേക്ക് പറന്നുയരാനുള്ള ശക്തമായ ചിറകുകൾ നൽകിയാണ്. ആ ചിറകുകൾക്ക് കരുത്തു പകരുക എന്നത് മാത്രമാണ് മാതാപിതാക്കളുടെ യഥാർത്ഥ ജോലി. അവർ ആകാശത്തേക്ക് പറന്നുയരുമ്പോൾ താഴെ വീണുപോകാതെ നോക്കാൻ ഒരു വലിയ താങ്ങായി നമ്മൾ എപ്പോഴും കൂടെയുണ്ടാകും എന്ന ഒരൊറ്റ ഉറപ്പ് മാത്രം അവർക്ക് നൽകിയാൽ മതി. സന്യാസി അല്പനേരം നിശബ്ദനായിരുന്ന ശേഷം തന്റെ അവസാനത്തെ അമൂല്യമായ ഉപദേശത്തിലേക്ക് കടന്നു. നമ്മൾ മക്കൾക്ക് മുന്നിൽ ചെയ്യുന്ന അഞ്ചാമത്തെ വലിയ തെറ്റ് നമ്മുടെ പ്രവൃത്തികളും വാക്കുകളും തമ്മിലുള്ള വലിയ വ്യത്യാസമാണ്. കുട്ടികൾ നമ്മൾ പറയുന്ന മനോഹരമായ വാക്കുകളേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെയാണ്. അവർ എപ്പോഴും മാതാപിതാക്കളുടെ നിഴലുകളാണ്. നമ്മൾ അവരോട് എപ്പോഴും സത്യം പറയണം എന്ന് നിരന്തരം ഉപദേശിക്കുകയും എന്നാൽ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ മറ്റുള്ളവരോട് കള്ളങ്ങൾ പറയുകയും ചെയ്താൽ അവർ നമ്മിൽ നിന്ന് പഠിക്കുന്നത് കള്ളം പറയാൻ മാത്രമാണ്. നമ്മൾ മറ്റുള്ളവരോട് കടുത്ത ദേഷ്യപ്പെടുകയും അഹങ്കാരത്തോടെ പെരുമാറുകയും ചെയ്തുകൊണ്ട് അവരോട് മാത്രം ശാന്തരായിരിക്കാൻ ആവശ്യപ്പെടുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നമ്മുടെ ഉള്ളിലെ സമാധാനമാണ് നമ്മൾ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നത് എന്ന് ബുദ്ധൻ എപ്പോഴും വ്യക്തമാക്കിയ ഒരു വലിയ സത്യമുണ്ട്. ഒരു കുടുംബത്തിൽ മാതാപിതാക്കൾ പരസ്പരം അത്രമേൽ ബഹുമാനിക്കുകയും സ്നേഹത്തോടെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ ആ സത്സ്വഭാവമുള്ള അന്തരീക്ഷം കുട്ടികളിൽ വലിയൊരു നല്ല സ്വാധീനം ചെലുത്തുന്നു. നേരെ മറിച്ച് എപ്പോഴും വഴക്കും സമാധാനക്കേടും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് ഒരു കുട്ടി വളരുന്നതെങ്കിൽ അവനും ഉള്ളിൽ ഭയവും ദേഷ്യവും നിറഞ്ഞ ഒരു വികൃതമായ വ്യക്തിത്വത്തിന് ഉടമയായി മാറും. നമ്മൾ അവരെ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ക്ലാസുകൾ എടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പകരം നമ്മൾ അവർക്ക് മുന്നിൽ ഒരു നല്ല ഉദാഹരണമായി ജീവിച്ചു കാണിച്ചാൽ മാത്രം മതി. നമ്മുടെ ഉള്ളിലെ അഹംഭാവവും സ്വാർത്ഥതയും നമ്മൾ പോലും അറിയാതെ കുട്ടികളിലേക്ക് പകരുകയാണുണ്ടാകുന്നത്. പണത്തോടും പദവിയോടും നമുക്കുള്ള അമിതമായ ആർത്തി അവർ കാണുമ്പോൾ ജീവിതത്തിൽ പണം മാത്രമാണ് പ്രധാനം എന്ന് അവരും ചിന്തിച്ചു തുടങ്ങുന്നു. എന്നാൽ നമ്മൾ മറ്റുള്ളവരോട് കരുണയോടും ദയയോടും പെരുമാറുന്നത് കാണുമ്പോൾ ആ കുട്ടിയുടെ ഉള്ളിലും സ്നേഹത്തിന്റെ നന്മയുള്ള വിത്തുകളാണ് മുളപൊട്ടുന്നത്.
അതുകൊണ്ട് കുട്ടികളെ മാറ്റാൻ ശ്രമിക്കുന്നതിനു മുൻപ് നമ്മൾ നമ്മുടെ സ്വന്തം ഉള്ളിലേക്ക് നോക്കുകയും നമ്മെ തന്നെ തിരുത്താൻ തയ്യാറാവുകയും വേണം. പ്രേക്ഷകരായ നമ്മളും പലപ്പോഴും അറിയാതെ ഈ വലിയ കെണിയിൽ വീണുപോകാറുണ്ട്. നമ്മുടെ കുട്ടികൾ ഈ ലോകത്ത് ഏറ്റവും മികച്ചവരാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതിന് തക്കവണ്ണമുള്ള ഒരു നല്ല ജീവിതശൈലി നമ്മൾ കാത്തുസൂക്ഷിക്കുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ ഇന്ന് അവർക്ക് നൽകുന്ന ആ നല്ല സംസ്കാരമാണ് നാളെ അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അടിത്തറയായി മാറുന്നത്. ആനന്ദിന്റെ കണ്ണുകൾ അത്രമേൽ നിറഞ്ഞു തുടങ്ങിയിരുന്നു. താൻ ഇതുവരെ തന്റെ മകനെ സ്നേഹിക്കുകയായിരുന്നില്ല, മറിച്ച് സ്വന്തം ഉള്ളിലെ അഹംഭാവവും ഭയവും മാത്രമാണ് അവന്റെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്നത് എന്ന് ആ നിമിഷത്തിൽ അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആനന്ദിന്റെ വിറയ്ക്കുന്ന തോളിൽ കൈവച്ചുകൊണ്ട് സന്യാസി വളരെ ശാന്തമായി പറഞ്ഞു, "ഈയൊരു മനസ്താപം നല്ലതാണ്, പക്ഷേ അത് നിങ്ങളെ മാനസികമായി തളർത്താൻ ഒട്ടും അനുവദിക്കരുത്. കഴിഞ്ഞകാല തെറ്റുകളെ ഓർത്ത് ഇനി വെറുതെ വിഷമിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല. കാരണം കഴിഞ്ഞുപോയ നിമിഷങ്ങൾ കുത്തിയൊഴുകുന്ന വലിയൊരു പുഴയിലെ വെള്ളം പോലെയാണ്. അതിനെ ഒരിക്കലും തിരികെ കൊണ്ടുവരാൻ കഴിയില്ല. എന്നാൽ വരാനിരിക്കുന്ന നിമിഷങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ കൈകളിൽ തന്നെയാണ് ഭദ്രമായിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ മുതൽ നിങ്ങളുടെ മകനോടുള്ള സമീപനം പൂർണ്ണമായി മാറ്റുക. നമ്മുടെ കുട്ടികളുടെ മനസ്സ് എന്നത് വലിയൊരു കാട് പോലെയാണ്. അതിൽ നമ്മളിപ്പോൾ എങ്ങനെയുള്ള വിത്തുകളാണോ പാകുന്നത്, അങ്ങനെയുള്ള മരങ്ങളാണ് നാളെ അവിടെ വളർന്നു വരിക. സ്നേഹത്തിന്റെ, കഠിനമായ ക്ഷമയുടെ, ആത്മവിശ്വാസത്തിന്റെ വിത്തുകളാണ് നമ്മൾ പാകുന്നതെങ്കിൽ അവിടെ നാളെ ശാന്തമായ ഒരു തണലുണ്ടാകും. നേരെ മറിച്ച് ഭയത്തിന്റെ, അമിതമായ സംരക്ഷണത്തിന്റെ, മത്സരബുദ്ധിയുടെ വിഷവിത്തുകളാണ് പാകുന്നതെങ്കിൽ ആ വലിയ കാടൊടുവിൽ അവരെ തന്നെ ശ്വാസം മുട്ടിച്ചു കൊന്നുകളയും. നമ്മൾ അവരെ സ്വന്തമായ വ്യക്തിത്വമുള്ള ഒരു സ്വതന്ത്ര മനുഷ്യനായി അംഗീകരിക്കാൻ ആദ്യം പഠിക്കണം. അവർ നടക്കേണ്ടത് നമ്മുടെ കല്ലുപാകിയ വഴിയിലൂടെയല്ല, മറിച്ച് അവരുടെ സ്വന്തം വഴിയിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും വളരാൻ അതിൻ്റെതായ കൃത്യമായ സമയമുണ്ട്. ഒരു ചെറിയ വിത്ത് മണ്ണിൽ മുളച്ച് വലിയ മരമായി കായ്ക്കാൻ അതിൻ്റെതായ സമയം തീർച്ചയായും എടുക്കും. നമ്മൾ എത്ര കടുത്ത നിർബന്ധം പിടിച്ചാലും ആ സ്വാഭാവിക പ്രക്രിയയെ വേഗത്തിലാക്കാൻ ആർക്കും കഴിയില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ വളർച്ചയും. അവരെ അവരുടെ സ്വന്തം വേഗതയിൽ സ്വതന്ത്രമായി വളരാൻ അനുവദിക്കുക. നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് വളരാൻ അനുയോജ്യമായ ഒരു നല്ല നന്മയുള്ള അന്തരീക്ഷം ഒരുക്കിക്കൊടുക്കുക എന്നത് മാത്രമാണ്. ആ വളർച്ചയുടെ പാതയിൽ നമ്മൾ ഒരിക്കലും അവരെ ഭരിക്കുന്ന ഒരു നിയന്താവല്ല, മറിച്ച് അവരെ ദൂരത്തുനിന്ന് നോക്കുന്നൊരു കാവൽക്കാരൻ മാത്രമാണ്. ആനന്ദിന് തന്റെ മനസ്സിൽ അതുവരെ കനത്തുകിടന്നിരുന്ന വലിയൊരു ഭാരമെല്ലാം ഒഴിഞ്ഞുപോയതുപോലെ തോന്നി. കഠിനമായ ഇരുണ്ട ഒരു വലിയ ഗുഹയിൽ നിന്ന് പെട്ടെന്ന് മനോഹരമായ വെളിച്ചത്തിലേക്ക് വന്ന ഒരനുഭവം. സന്യാസിയുടെ പാദങ്ങൾ ഹൃദയപൂർവ്വം വണങ്ങി ആ ആശ്രമത്തിന്റെ പടികൾ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായൊരു പുതിയ കാഴ്ചപ്പാടുണ്ടായിരുന്നു. തന്റെ മകനെ ഇനിയൊരു വലിയ തണലിൽ വളരുന്ന ദുർബലമായ ഒരു ചെറിയ ചെടിയായല്ല, മറിച്ച് കഠിനമായ കാറ്റും മഴയും നേരിട്ട് കരളുറപ്പോടെ തലയുയർത്തി വളരുന്ന വലിയൊരു മരമായാണ് താൻ വളർത്തേണ്ടത് എന്ന വലിയ തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി. നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴും ഈ വലിയ സത്യം വളരെ വ്യക്തമാണ്. മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള നമ്മുടെ ഉള്ളിലെ അനാവശ്യമായ ആശങ്കകൾ നമ്മെ പലപ്പോഴും അന്ധരാക്കാറുണ്ട്. അവരെ ഈ ലോകത്തിലെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും സംരക്ഷിക്കാൻ നമ്മൾ അമിതമായി ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ കൊന്നുകളയുന്നത് അവരുടെ പോരാട്ടവീര്യത്തെയാണ്. ജീവിതമെന്നത് വലിയ പ്രതിസന്ധികളും വെല്ലുവിളികളും നിറഞ്ഞ ഒരു കഠിനമായ യാത്രയാണ്. ആ യാത്രയിൽ അവർ പൂർണ്ണമായും തനിച്ചാകുന്ന ഒരു ദിവസം എന്തായാലും വരും. അന്ന് അവർക്ക് വഴികാട്ടാൻ നമ്മൾ വാങ്ങി നൽകിയ വില കൂടിയ വസ്തുക്കളോ സുഖസൗകര്യങ്ങളോ ഒന്നും കൂടെ ഉണ്ടാകില്ല, മറിച്ച് നമ്മൾ അവർക്ക് ചെറുപ്പത്തിലെ പകർന്നു നൽകിയ ആത്മവിശ്വാസവും പ്രതിസന്ധികളെ പുഞ്ചിരിയോടെ നേരിടാനുള്ള കഠിനമായ മാനസിക കരുത്തും മാത്രമായിരിക്കും കൂട്ടുണ്ടാവുക. ബുദ്ധൻ എപ്പോഴും മനുഷ്യരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്: മാറ്റം മാത്രമാണ് ഈ പ്രപഞ്ചത്തിന്റെ ശാശ്വതമായ ഒരേയൊരു നിയമം. ഇന്നത്തെ നമ്മുടെ ഈ ചെറിയ കുട്ടി നാളെ വലിയൊരു സമൂഹത്തിന്റെ ഭാഗമായി മാറും. അവിടുത്തെ ക്രൂരമായ മാറ്റങ്ങളോട് പൊരുത്തപ്പെടാനും താഴെ വീഴുമ്പോഴൊക്കെ സ്വന്തം ശക്തിയാൽ എഴുന്നേറ്റ് നിൽക്കാനും അവർക്ക് സാധിക്കണം. അതിനായി നമ്മൾ ചെയ്യേണ്ടത് അവരെ അമിത സ്നേഹം കൊണ്ട് ശ്വാസം മുട്ടിക്കുകയല്ല, മറിച്ച് ഈ ലോകത്ത് സ്വതന്ത്രമായി ശ്വസിക്കാൻ പഠിപ്പിക്കുകയാണ്. അവരുടെ തെറ്റുകളെ ദയവോടെ തിരുത്തുകയും അവരുടെ കഴിവുകളെ തുറന്ന മനസ്സോടെ അഭിനന്ദിക്കുകയും ചെയ്യുക. അവരെ മറ്റാരുമായും താരതമ്യം ചെയ്ത് വേദനിപ്പിക്കാതെ അവരുടെ തനിമയെ എപ്പോഴും നിലനിർത്താൻ സഹായിക്കുക. ഓരോ മാതാപിതാക്കൾക്കും ഉണ്ടാകേണ്ടത് ഒരു രൂപം നൽകുന്ന ശില്പിയുടെ മനസ്സ് മാത്രമല്ല, മറിച്ച് ഒരു നല്ല തോട്ടക്കാരന്റെ കഠിനമായ ക്ഷമ കൂടിയാണ്. ഒരു തോട്ടക്കാരൻ ചെടിക്ക് കൃത്യമായി വെള്ളവും വളവും നൽകി അതിനെ സംരക്ഷിക്കുന്നു. പക്ഷേ അത് എപ്പോൾ പൂക്കണം, എങ്ങോട്ട് വളരണം എന്ന് ഒരിക്കലും നിർബന്ധിക്കാറില്ല. ആ വലിയ സ്വാതന്ത്ര്യം നമ്മുടെ മക്കൾക്കും നമുക്ക് പൂർണ്ണമായി നൽകാം.
അവർക്ക് മുന്നിൽ നല്ലൊരു മാതൃകയായി നമ്മൾ ആദ്യം ജീവിച്ചു കാണിക്കാം. നമ്മൾ അവരിലേക്ക് പകരുന്ന നല്ല ചിന്തകളും മൂല്യങ്ങളും തന്നെയാണ് അവരെ നാളെ ഈ വലിയ ലോകത്തിലെ ഏറ്റവും മികച്ച മനുഷ്യരാക്കി മാറ്റുന്നത്. മനസ്സ് പൂർണ്ണമായി ശാന്തമാക്കി ഈ നിമിഷത്തിൽ നിങ്ങളുടെ കുട്ടികളെ ഒന്ന് നോക്കൂ. അവരിൽ ഒരു പുതിയ വെളിച്ചം കാണാൻ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കും. അവരുടെ ഭാവിയെക്കുറിച്ചുള്ള അനാവശ്യമായ ഭയം മനസ്സിൽ നിന്ന് ദൂരേക്ക് മാറ്റിവെച്ച് അവരെ കരുത്തുള്ളവരായി വളർത്താൻ ഇന്നു മുതൽ നമുക്ക് ഒരു പുതിയ തുടക്കം കുറിക്കാം. ഈ വലിയ തിരിച്ചറിവ് നിങ്ങളുടെ മനസ്സിൽ വലിയൊരു സമാധാനം നിറയ്ക്കട്ടെ. നിങ്ങളുടെ ഉള്ളിലെ ആത്മാർത്ഥമായ സ്നേഹവും കരുണയും നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിന് എന്നും ഒരു വലിയ തണലായി മാറട്ടെ. നിങ്ങളുടെ ചിന്തകൾ ശാന്തമാകട്ടെ. നിങ്ങളുടെ ജീവിതം ഏറെ മനോഹരമാകട്ടെ.